പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വില്ലേജ് ഓഫീസിന്റെ പരിസരം എന്നുള്ളത്. അവിടെയും ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ? പൂജ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചൊരു പ്രദേശം ഈ വില്ലേജ് ഓഫീസ് പരിസരത്തെ ഇതൊരു പഴയ കാപ്പിത്തോട്ടമായിരുന്നു. ഈ സ്ഥലത്ത് അധികം വീടുകളില്ല, പക്ഷെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. ഇവിടെ ആളുകളൊക്കെ മാറുകയും ചെയ്തിരുന്നു. ഈ പരിസരത്തെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോയിരുന്നു. പക്ഷേ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഉരുൾപൊട്ടലിൽ അവിടെ നിന്നൊക്കെ ഒലിച്ചു വന്നവരുടെ മൃതദേഹങ്ങളാണ് ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരുന്നത്. ഏതാണ്ട് 80-ലധികം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ അന്ന് തന്നെ അതിന്റെ പിറ്റേ ദിവസം തന്നെ ആദ്യം വന്ന് നോക്കിയപ്പോൾ തന്നെ 20-21 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്തതാണ്. പലതവണ തെരച്ചിൽ നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും വീണ്ടും തെരച്ചിൽ നടക്കുകയാണ്. ചില സ്ഥലത്തു നിന്നൊക്കെ ദുർഗന്ധമുണ്ട്. ആ സ്ഥലമൊക്കെയാണ് ഇവർ പരിശോധിക്കുന്നത്. വടകര ഭാഗത്തു നിന്നുള്ള SYS സാന്ത്വനം സംഘത്തിന്റെ ആളുകളാണ്. SYS സംഘമാണ്. നമുക്ക് അവർ നേരത്തെ ഇവിടെ വന്നവരുമുണ്ട്. നിങ്ങൾ ഇന്ന് ഫസ്റ്റ് ടൈം ആണോ? ഇന്ന് ഫസ്റ്റ്. നേരത്തെ വന്നവരുണ്ട്, കൂടുതൽ പുതിയ ആൾക്കാരുണ്ട്. SYS സ്വാതന്ത്ര്യ ടീമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ നിർദ്ദേശം കിട്ടിയിട്ടുള്ള ഇവിടേക്ക് വരുമ്പോൾ? ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്ര ദിവസമായതുകൊണ്ട് ഇനിയും ബോഡികളുണ്ടെന്നാണ് ഇവിടെ നിഗമനം. അതുകൊണ്ട് ആ ബോഡിക്കുള്ള തിരച്ചിലാണ് ഇപ്പോൾ. കാരണം 100 ചില ആളുകൾ ഇപ്പോഴും മണ്ണടിയിലുണ്ട് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് SYSന്റെ ടീമും SSFന്റെ ടീമുണ്ട്. അപ്പം കൂട്ടമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോഡി ഇനിയും കിട്ടാനുള്ളത് കൊണ്ട് കഠിനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും വടകര തന്നെ? ഉള്ളതാണ്. അതാണ് ഇവർ വലിയൊരു ടീം തന്നെ ഇവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. പൂജ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഒരു മൃതദേഹങ്ങളും മരങ്ങളൊക്കെ വന്നടിഞ്ഞ പ്രദേശമായിരുന്നു. അവിടെ നിന്ന് ആ മരങ്ങളൊക്കെ നീക്കിയാണ് അന്ന് കുറേ തവണ തെരഞ്ഞതാണ്. ഹിറ്റാച്ചിയും JCBയും ഒക്കെ ഇറങ്ങി തിരഞ്ഞതാണ്. ഇപ്പോൾ 2 ദിവസത്തെ വെയിലിൽ ഈ പ്രദേശമൊക്കെ കുറച്ചുകൂടി ഉണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ ഉറച്ച നിലയിലാണ്. മരത്തിനടിയിലൊക്കെ തിരയുകയാണ്. നേരത്തെ ആ ഭാഗത്ത് നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്നാണ് അവരെല്ലാവരും ചേർന്ന് അവിടെ തിരയുന്നത്. പൂജ, ശരിയാ. വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കേട്ടതാണ്. അവിടുത്തെ കാഴ്ചകൾ കൂടിയാണ്, അവിടുത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് കമൽ പറഞ്ഞത്.